യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നിലവിൽ റിമാൻഡിൽ വച്ചിരിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അത് സമരജ്വാലയായി തന്നെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ സംസ്ഥാനം മുഴുവൻ പ്രതിഷേധിക്കുമെന്നും നേരത്തെ ഇതിന്റെ നേതൃത്വം പറഞ്ഞിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് അതിശക്തമായ ഒരു പ്രതിഷേധ ജാഥ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിച്ചിരിക്കുകയാണ്. സ്ത്രീകളടക്കമുള്ള ഒരു സംഘമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധിക്കാൻ എത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹം നേരത്തെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിരുന്നു. വനിതാ പോലീസ് അടക്കമുള്ള വലിയൊരു ടീമിനെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നോർത്ത് ഗേറ്റിന് മുന്നിൽ നേരത്തെ തന്നെ അണിനിരത്തിയിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ ഒരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് നാടകീയമായ രീതിയിൽ അല്ലെങ്കിൽ പ്രകോപനപരമായ രീതിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത്. അടൂരിലെ വീട്ടിൽ വെച്ച് അതിരാവിലെ പോയി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത വീട് വളഞ്ഞ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു കാര്യം വലിയ വിമർശനമായ രീതിയിൽ വന്നിരുന്നു. ഇതിന് രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെയൊക്കെ നേരിടുമെന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഒക്കെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ അതായത് രാവിലെ സെക്രട്ടേറിയറ്റ് മാർച്ച് അതുപോലെ തന്നെ വൈകിട്ട് 6 മണിക്ക് ഓരോ പോലീസ് സ്റ്റേഷനുകളിൽ ഉള്ള ഒരു സമരജ്വാല എന്ന് പേരിട്ടുകൊണ്ടുള്ള ഒരു മാർച്ച് കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിപ്പിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തതിനെതിരെ വരുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധം നടക്കുകയും അത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു ആ പ്രതിഷേധം. ഈ പ്രതിഷേധത്തിൽ 4ാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ 4ാം പ്രതിയെ പട്ടികയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് ഇന്നലെ നാടകീയമായ രീതിയിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഈ അറസ്റ്റ് അതായത് പൊതുമുതൽ നശിപ്പിക്കുക, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, സമരം അനുമതിയില്ലാതെ നടത്തുക എന്നീ വകുപ്പുകളിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. 1ാം പ്രതി VD സതീശനായിരുന്നു. എന്നാൽ VD സതീശൻ, ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ വിൻസെന്റ് MLA അടക്കമുള്ളവർ പ്രതികളായി വരുന്ന പട്ടികയിലാണ് 4ാം പ്രതിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ്. എന്നാൽ മറ്റ് 3 പ്രതികളെയും ഒഴിവാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡിലേക്ക് വിടുകയും ആയിരുന്നു ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ വേണ്ട രീതിയിലുള്ള ഒരു സുരക്ഷാ മുന്നൊരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് എടുത്തിരുന്നു. ഇപ്പോൾ ഇവിടെ ജലപീരങ്കി അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായി ഉണ്ടായാൽ എടുക്കേണ്ട നടപടികളും പ്രതിഷേധങ്ങളും ഒക്കെ നേരത്തെ തന്നെ പോലീസ് ഗ്രൂപ്പായി തന്നെ വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് കാണാമായിരുന്നു. അത്രത്തോളം നിരവധി പോലീസുകാരുടെ സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് എന്നതും കൂടെ പറയണം.
ഏറ്റവും ആ പുറകിരിക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് വരാൻ ഏറ്റവും പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട MLA-യുമായ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MLA, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി പ്രിയപ്പെട്ട ജോമോൻ, പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ പ്രിയപ്പെട്ട ഫെബിൻ, പ്രിയപ്പെട്ട രാഹുൽ, പ്രിയപ്പെട്ട അഭിജിത്ത്, പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ സുബിജ, നീതു ഉഷ, രജിത് രവീന്ദ്രൻ, പ്രിയപ്പെട്ട ലിൻഡോ ജിൻഷാഗ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം അകാരണമായി സമരം ചെയ്തതിൻ്റെ പേരിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തെരുവിൽ പോരാടിയതിൻ്റെ പേരിലാണ് നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷനെ ഇന്നലെ രാവിലെ അർദ്ധരാത്രിയോടുകൂടി അമ്മയുടെ മുമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെ പിണറായി സർക്കാർ തീരുമാനമെടുത്തുകൊണ്ട് മുമ്പോട്ട് പോയത്. നമുക്കറിയാം, ഒരു കൊലയാളികളോട് പെരുമാറുന്നത് പോലെ, പിടികിട്ട പുലിയോട് പെരുമാറുന്നത് പോലെ, തീവ്രവാദികളോട് പെരുമാറുന്ന രീതിയിൽ കേരളത്തിലെ പിണറായി വിജയൻ ഇന്ന് ഈ കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക ഉന്നതി ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ യുവജന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായ അമരക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനമെടുത്തത്. ഇവിടെ നമുക്കറിയാം, BJP-യുടെ നേതാക്കളായ സുരേഷ് ഗോപി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന പിണറായി വിജയൻ, സുരേന്ദ്രൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന പിണറായി വിജയൻ കേരളത്തിലെ യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിനെ ഭയന്നുകൊണ്ട് അതിന്റെ അധ്യക്ഷനെ പോലും അറസ്റ്റ് ചെയ്യാൻ മടിയില്ലാതെ മുമ്പോട്ട് പോയ സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഇന്നലെ കേരളത്തിലുടനീളം ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിന്റെ തുടർച്ചയായിട്ടാണ് സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സെക്രട്ടറിയുടെ മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു മാർച്ചുമായി കടന്നു വന്നത്. നമുക്കറിയാം, ഇതുപോലൊരു സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പേരിലാണ്, ജനങ്ങൾക്ക് വേണ്ടി പോരടിച്ചതിന്റെ പേരിലാണ്, യുവജനങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയതിന്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ കേരളത്തിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസുകാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലിടേണ്ട ഒരു ഗതികേട് കേരളത്തിലെ പിണറായി പോലീസിനും പിണറായി ഗവൺമെന്റിനും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ, പ്രിയപ്പെട്ട പാലക്കാടിന്റെ MLA പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ MLA ഹാർദവുമായി ഉദ്ഘാടനം ചെയ്യുന്നതായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായ സമരാധ്യക്ഷൻ, തിരുവനന്തപുരം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഷജീർ നേമം, ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ശ്രീ ജോമോൻ ജോസ് ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ സംസ്ഥാന ഭാരവാഹികൾ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ യൂത്ത് കോൺഗ്രസിന്റെ ഊർജ്ജസ്വലരായ സഹപ്രവർത്തകർ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ, യഥാർത്ഥ പോലീസിന്റെ പണിയെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട പോലീസുകാർ, പിണറായി വിജയന്റെ അടിമകളായ പ്രിയപ്പെട്ട പോലീസ് ഗുണ്ടകൾ, എല്ലാവരോടും ഒരു വാക്ക് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ വീട് വളഞ്ഞു വെച്ച് തുറങ്കലിൽ അടച്ചത് കൊണ്ടോ, ജാമ്യം നിഷേധിച്ച് ജയിലറയിലേക്ക് തള്ളിയത് കൊണ്ടോ, അദ്ദേഹം ആഹ്വാനം ചെയ്യുന്ന സമര പരമ്പരകൾ കേരളത്തിന്റെ മണ്ണിൽ നിന്നു പോകുമെന്ന് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും മന്ത്രി പുങ്കവന്മാരും പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവന്മാരും ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടപടിയാവില്ല. ഇത് സമര പരമ്പരകൾക്കാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ക്രിമിനലിനെ വീട് വളഞ്ഞു വെച്ച് അറസ്റ്റ് ചെയ്തതിന്റെ വാർത്തകൾ ഇന്ന് കണ്ടു. അതുപോലെ വേണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്, ഒരു പൊതുപ്രവർത്തകനെ, ഡേ ലൈറ്റിൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരാളെ ഈ കണ്ടോൺമെന്റ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെ കഴിഞ്ഞ 2 ആഴ്ച കാലമായി
പലതവണ വന്നിട്ടുള്ള ഒരാളെ നിങ്ങളുടെ DGPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസിന്റെ സംഘത്തിലുണ്ടായിരുന്ന ഒരാളെ തിരുവനന്തപുരത്തും കൊല്ലത്തും പൊതുപരിപാടികളിൽ പങ്കെടുത്ത ഒരാളെ 5:30 മണിക്ക് വീട് വളഞ്ഞു വെച്ച് വീട്ടുകാരെ ഭയപ്പെടുത്തി, പ്രായമായ അമ്മയെ ഭയപ്പെടുത്തി നിങ്ങൾ നടത്തിയ അറസ്റ്റ് നാടകത്തിന്റെ ഉദ്ദേശം ഒരു മെസ്സേജ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കൊടുക്കുക എന്നായിരിക്കണം. എന്ന് വെച്ചാൽ സംസ്ഥാന പ്രസിഡന്റിനെ ഇങ്ങനെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്, വീട്ടിൽ കയറി വന്ന് അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രവർത്തകനും നോക്കിയിരുന്നോ എന്നുള്ളതാണ് നിങ്ങളുടെ മെസ്സേജ് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിച്ചല്ല, കേരളത്തിലെ 10,000-കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റും കാത്തിരിക്കുകയാണ്. സമര പരമ്പരകളിലൂടെ നിങ്ങളുടെ ജയിലറകൾ നിറക്കാൻ അവർ തയ്യാറാണെന്ന് പറയാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചില പോലീസ് ഏമാന്മാരോട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് എന്റെ പേരുള്ള ഒരുത്തന്റെ ചില പോക്രിത്തരങ്ങൾ ഇന്നലെ വിഷ്വലിൽ കാണാൻ സാധിച്ചു. ഇവിടുത്തെ SHO ആയിരുന്ന ഒരുത്തൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോളറിൽ പിടിച്ചു തള്ളുന്നു, കഴുത്തിന് വളഞ്ഞിട്ട് പിടിക്കുന്നു. അയാളോട് ഒരു കാര്യം, മീഡിയ ആണ്, ലൈവ് ഉണ്ട്, നിന്റെ തമ്പ്രാക്കൽ ക്ലിഫ് ഹൗസിൽ ഇരുന്ന് കണ്ടത് തൃപ്തിപ്പെടുന്നുമെന്ന് വിചാരിച്ചുള്ള നാടകമാണെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്തേക്ക് വേണ്ട. കൈവെട്ടും കാലുവെട്ടും എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങളുടെ രീതിയല്ല. പക്ഷെ നീ മര്യാദക്ക് ശമ്പളം വാങ്ങില്ല എന്ന് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പിണറായി വിജയന്റെ തൃപ്തിയാണ് നിനക്ക് ആവശ്യമെങ്കിൽ, പിണറായി വിജയൻ അടിമപ്പണിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടുത്തെ പേരക്കുട്ടിക്ക് പാലും ബിസ്ക്കറ്റും വാങ്ങിയാൽ മതി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നെഞ്ചത്ത് കയറിയിട്ട് ആരുടെയെങ്കിലും തൃപ്തി വാങ്ങിപ്പിടിച്ച് അധികാരത്തിന്റെ മുകളിലിരിക്കുന്ന ആളുകളുടെ തൃപ്തി വാങ്ങി എവിടെയെങ്കിലും ഒക്കെ അള്ളിപ്പിടിച്ചിരിക്കാമെന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നു, ഇപ്പൊ ക്ലിഫ് ഹൗസിലുള്ളവന്മാർ നാളെ കന്റോൺമെന്റിലേക്ക് പോകുന്ന ഒരു കാലം വരും, അത് മറക്കണ്ട എന്ന് ഷാഫി ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസുകാരോടും, പോലീസിന്റെ പണിയെടുക്കുന്നവരോട് ഞങ്ങൾക്ക് പരാതിയില്ല, പക്ഷെ CPM-ന്റെ അടിമപ്പണിയെടുക്കുന്നവരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 5:30 മണിക്ക് വീട് വളയുക, പോലീസിനോട് കൊട്ടാരക്കര പോവാൻ പറയുക, അവിടുന്ന് അടൂര് ചെല്ലാൻ പറയുക, അറസ്റ്റിന്റെ ഡീറ്റെയിൽ കൊടുക്കാതിരിക്കുക, എന്നിട്ട് 5:30 മണിക്ക് വീട് വളഞ്ഞിട്ട് അവിടെ ബെല്ലടിക്കുന്നതിന് പകരം വീടിന് ചുറ്റും നിന്നിട്ട് വാതിലും ജനലിലും കൊട്ടുക, എന്നിട്ട് പ്രായമായ അമ്മ വന്നപ്പോ വീടിനകത്തേക്ക് എരച്ചു കയറുക, എന്നിട്ട് ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടുക. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കിടന്നുറങ്ങുന്ന ബെഡ്റൂമിന്റെ വാതിൽ കൊട്ടി പുറത്തു കൊണ്ടുവരാൻ അയാളെന്താ തീവ്രവാദിയാണോ? അയാളെന്താ കൊലക്കേസിലെ പ്രതിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞങ്ങൾ ആരും അറസ്റ്റിനെ ഭയപ്പെടുന്നവരല്ല, ഒരു തെറ്റിദ്ധാരണയും വേണ്ട. രാഹുൽ 4ാം പ്രതിയാണെങ്കിൽ കേസിലെ 2ാം പ്രതിയാണ്. പിണറായി വിജയന്റെ ഓഫീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് നിന്ന് സംസാരിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ, അറസ്റ്റ് ഭരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. നിങ്ങളുടെ ഒരു ആനുകൂല്യവും വേണ്ട, നിങ്ങളുടെ ഒരു ഇളവുകളും വേണ്ട. നിങ്ങളുടെ പ്രോസിക്യൂട്ടർ ഇന്നലെ കോടതിയിൽ നിന്ന് പുറത്തു വാങ്ങി ഒരു രാഷ്ട്രീയ പത്രസമ്മേളനം നടത്തിയത് കണ്ടു. അപ്പൊ ചോദിച്ചപ്പോ ഞങ്ങളെ പറ്റി പറഞ്ഞു, ഞങ്ങളാരും അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ല. പിന്നെന്തിനാ നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ 1ാം പ്രതിയാക്കിയത്? പിന്നെന്തിനാ നിങ്ങൾ എന്നെ 2ാം പ്രതിയാക്കിയത്? പിന്നെന്തിനാ നിങ്ങൾ M. വിൻസെന്റിനെ 3ാം പ്രതിയാക്കിയത്? എന്തും മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ എന്തിനു നിങ്ങൾ പ്രതി ചേർത്തു? അപ്പൊ പ്രതിപട്ടികയും പോലീസും തെളിവും ദൃശ്യങ്ങളുമല്ല, പിണറായി വിജയന്റെ നിർദ്ദേശങ്ങളാണ് പ്രതിപട്ടികയും തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുക്കാൻ, ഞങ്ങൾക്കെതിരെ കേസെടുക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് പകൽ വെളിച്ചത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു നോട്ടീസ് അയച്ചാൽ ഒരു പേടിയും കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരാൻ തയ്യാറുള്ള ഒരാൾ. നിങ്ങളൊരു കള്ളക്കേസിനകത്ത് വിവരശേഖരണം എന്ന് പറഞ്ഞ അയാളെ വിളിച്ചു വരുത്തി നോക്കിയല്ലോ. 24 മണിക്കൂറിന്റെ ഷോർട്ട് നോട്ടീസ് ആയിട്ട് പോലും ഒരു മുൻകൂർ ജാമ്യം പോലും തേടാതെ അയാൾ നിങ്ങളുടെ സ്റ്റേഷനകത്തേക്ക് കടന്നു വന്നല്ലോ. നിങ്ങളുടെ വിവരശേഖരണത്തോട് സഹകരിച്ചല്ലോ. അയാൾ ഇവിടുന്ന് ഒളിച്ചു നടന്നോ?
അയാൾ എവിടുന്ന് മുങ്ങി നടന്നോ? അയാൾ എവിടുന്ന് രാജ്യം വിട്ടോ, നാട് വിട്ടോ? തിരുവനന്തപുരത്തുണ്ടായിരുന്നു, കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉണ്ടായിരുന്നു, കൊല്ലത്തുണ്ടായിരുന്നു, പൊതുപരിപാടികളിൽ ഉണ്ടായിരുന്നു, DGP ഓഫീസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. എന്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല? അപ്പൊ നിങ്ങൾക്ക് വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് പ്രകോപനം സൃഷ്ടിക്കണം, നിങ്ങൾക്ക് പരിഭ്രാന്തി സൃഷ്ടിക്കണം. അതിന്റെ അജണ്ട വെച്ച് തീവ്രവാദികളെ, കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ 5:30 മണിക്ക് വീടിനകത്തേക്ക് ഇരച്ചു കയറി ഒരു അറസ്റ്റ് നാടകം നടത്തി. ഞങ്ങൾ പറയുന്നു, ഞാനും പ്രതിപക്ഷ നേതാവും വിൻസെന്റ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു, പോലീസിന്റെ ഒരു ആനുകൂല്യവും വേണ്ട. ഞങ്ങളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, ഞങ്ങളെ നിങ്ങൾക്ക് തടവറയിലടക്കാം, തുറങ്ങിലടക്കാം. അതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസിന്റെ പോരാളികളുടെ സമരവീര്യം കെട്ടുപോകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് കുണുവാവകളല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ഇവര് മനസ്സിലാക്കണം. ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സമരം ചെയ്യുന്നതിനെ പറ്റി. ഗോവിന്ദൻ ടീച്ചറെ, സമരത്തിന്റെ ആർജവത്തിന്റെ ക്ലാസ് രാഹുൽ മാങ്കൂട്ടത്തിന് എടുക്കണ്ട, യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട. വാ മോനെ ആർഷോ എന്ന് പറഞ്ഞപ്പോ അലിഞ്ഞില്ലാതായി പോലീസിന്റെ തോളിൽ കൈയിട്ട് പോയ ആർഷോക്ക് എടുത്താ മതി, യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട. സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളോട് കരയല്ല വാവേ എന്ന് പറയുന്ന വനിതാ പോലീസിന്റെ ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സമരവീര്യം അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഞങ്ങൾക്ക് ആ ക്ലാസ് വേണ്ട. അതീവ സമരവീര്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ സമരം ഇല്ലാതാക്കാനല്ലേ നിങ്ങളുടെ ഗുണ്ടാ സദസ് കണ്ണൂരിന്റെ ജില്ലയിലെത്തിയപ്പോ ആ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ തലയിൽ ചെടിച്ചട്ടി കൊണ്ടടിച്ചവർ, ഹെൽമെറ്റ് കൊണ്ടടിച്ചവർ, അവരൊക്കെ ഉദ്ദേശിച്ചത് പിന്നീട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ ഉണ്ടാവരുതെന്നുള്ളതാണ്, പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടാവരുതെന്നാണ്. പക്ഷെ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും നിങ്ങളുടെ മുഖ്യ ഗുണ്ടയെ കരിങ്കൊടി കാണിക്കാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞയച്ചില്ല. അതുകൊണ്ടും തീരാഞ്ഞ് ആലപ്പുഴയിലേക്ക് വന്നപ്പോ പോലീസ് എന്ന പേരിൽ CPM-ന് ഗുണ്ടാ പണിയെടുക്കുന്ന ചില മോന്മാർ, അവന്മാര് പുറത്തിറങ്ങി ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റിയ സഹപ്രവർത്തകരുടെ തലയിലേക്ക് ആഞ്ഞടിച്ചിട്ട് കേസെടുക്കാൻ പോലും നിങ്ങൾ മടിച്ചു. പോലീസ് നടപടികളുടെ സ്വാഭാവികതയെ പറ്റി ചില മന്ത്രിമാരുടെ പ്രസംഗം ഞാൻ കേൾക്കാനിടയായി. ആ മന്ത്രിമാരോട് ചോദിക്കുന്നു, സ്വാഭാവിക നടപടികളാണെങ്കിൽ എന്തുകൊണ്ട് കോടതി പറഞ്ഞിട്ട് കേസെടുത്ത ആ പോലീസിന്റെ ശമ്പളം പറ്റുന്ന ഗുണ്ടകളെ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്തില്ല? എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുത്തില്ല? എന്തുകൊണ്ട് അതിന്റെ നടപടികൾക്ക് വേഗത ഉണ്ടായില്ല? എന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സഹപ്രവർത്തകരുടെയും മാത്രം കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്ര ആവേശം? ഞാൻ ഒരു കാര്യം കേരളത്തിലെ പോലീസിനോട് പറയുന്നു, പിഞ്ചു കുഞ്ഞായ ഒരു കുഞ്ഞിനെ, 6 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ വണ്ടിപ്പെരിയാറിന്റെ മണ്ണിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രിമിനൽ, ഒരു DYFI-കാരൻ, ഒരു റെഡ് വളണ്ടിയർ മാർച്ചിൽ പങ്കെടുത്തവൻ, റെയ്ഡ് ചെയ്തപ്പോ CPM-ന്റെ കൊടി, DYFI-യുടെ കൊടി വീട്ടിൽ നിന്ന് കിട്ടിയവൻ, വോട്ടർ പട്ടിക കിട്ടിയവൻ, അവൻ പുറത്തിറങ്ങി സ്വസ്ഥമായി നടക്കുന്നതിന് കാരണക്കാരായ നിങ്ങളുടെ സംവിധാനങ്ങൾ ഒരു രാഷ്ട്രീയ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട് വളഞ്ഞുണ്ടാക്കിയ നാടകം കേരളത്തിലെ ജനങ്ങൾ അത് മറക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മാധ്യമങ്ങളെ കണ്ട് അഭിപ്രായം പറയാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രമിക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനുള്ള ആളുകൾക്ക് ചൊറിച്ചിൽ വരാ. നിങ്ങൾക്ക് അവനെന്താ കൊടും ഭീകരവാദിയാണോ? മാധ്യമങ്ങളോട് 2 വാക്ക് പറഞ്ഞാൽ. എന്നിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കോളറിൽ പിടിക്കുക, തള്ളി മാറ്റാൻ ശ്രമിക്കുക, കഴുത്തിന് വരിഞ്ഞിട്ട് മുറുക്കാൻ ശ്രമിക്കുക. ഞാൻ ആവർത്തിച്ച് പറയുന്നു, എക്കാലത്തും പിണറായി വിജയൻ ആനപ്പുറത്തായിരിക്കുമെന്ന് വിചാരിച്ച് ആ അഹന്തക്കാരെങ്കിലും നേതൃത്വം നൽകിയിട്ടുണ്ടോ? അവരെ മറക്കില്ല, അവരോട് പൊറുക്കില്ല എന്ന് ഈ സമരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, മെഡിക്കൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഒരു മെഡിക്കൽ ആനുകൂല്യത്തിനും വേണ്ട, ഞാൻ തടവറയിൽ പോവാൻ തയ്യാറാണ് എന്ന് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട്. പക്ഷെ ഡോക്ടർമാരുടെ ഉപദേശം പാർട്ടി നേതൃത്വത്തിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇപ്പോ ഒരു കാര്യം, ഞങ്ങൾക്ക് പല ഫോൺ കോളുകളും വന്നുകൊണ്ടിരിക്കുന്നു.
ആ പരിശോധിച്ച ആശുപത്രിയിലെ RMOയ്ക്ക് പലതരത്തിലുള്ള ഇൻഫ്ലുവൻസി കോളുകൾ ഈ ഭരണപക്ഷത്തിൻ്റെതായി പോയിട്ടുണ്ട്. അവിടെ രാഹുലിന് ജാമ്യം കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി പൊളിറ്റിക്കൽ ഡയറക്ഷനായി പോയിട്ടുണ്ട് എന്ന് പോലുമുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, ചില ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഭരണ സംവിധാനങ്ങളെല്ലാം കൂടെ വളഞ്ഞിട്ട് മുറുക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട സമര പോരാളികളുടെ സമരവീര്യത്തെ തല്ലിക്കെടുത്താമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങും, നാളെ കേരളമൊന്നാകെ ആളിപ്പടരും സമര പരമ്പരകൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഈ മണ്ണിൽ നിങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ ഗുണ്ടാ സദസ്സിനെതിരെ പൊരുതിയ മൃഗീയമായ ആക്രമണങ്ങൾക്ക് മുന്നിൽ പോലും ഈ പതാക താഴെ വെക്കാത്ത സാധാരണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ ചോരയും നീരും, അവന്റെ അധ്വാനം, അവന്റെ ത്യാഗം, അവരുടെ പോരാട്ടം, അവളുടെ പോരാട്ടം, അതിന് വിലമതിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ ഇതിന്റെ തലപ്പത്തുണ്ട്. പോലീസിന്റെ സമരവീര്യങ്ങളെ കെടുത്താനുള്ള ഓമനിക്കലുകളും താലോലിക്കലും കേട്ടു വളർന്നവരല്ല. ജലപീരങ്കിയും ലാത്തി ചാർജും ഗ്രനേഡും കണ്ണീർ വാതകവും അതിനപ്പുറവും നേരിടാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പോലീസിന്റെ പണിയെടുത്താൽ ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങൾക്ക് അറസ്റ്റിന് മടിയില്ല, ഞങ്ങൾക്ക് നിയമപരമായ നടപടികൾ നേരിടാൻ മടിയില്ല, ഞങ്ങൾക്ക് റിമാൻഡിന് മടിയില്ല. പക്ഷെ അതല്ല, പോലീസ് CPMന്റെ ഗുണ്ടാ പണിയെടുത്താൽ അതിനു മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാൻ ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നയിക്കുന്നവന്റെ പേര് ആർഷോ എന്നല്ല, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. കോൺഗ്രസ് സിന്ദാബാദ്. ഷാഫി പറമ്പിൽ സംസാരിച്ചതിന് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. ബാരിക്കേഡിനടുത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെന്ന് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ബാരിക്കേഡിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പതാകകളെടുത്ത് കുത്തിവെച്ചു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്.
ഇപ്പോഴും പ്രതിഷേധം തുടർന്നു. ബാരിക്കേഡ് മറിച്ചിടാനാണ് പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് പോലീസ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രതിഷേധത്തിൽ ഇടപെടുന്നില്ല. കൂടുതൽ പോലീസ് എന്തായാലും പോലീസ് ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ആദ്യ പോലീസ് നടപടിയാണ്. പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത റിമാൻഡിൽ വെച്ചതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10 മിനിറ്റിന് മുൻപ് ആരംഭിച്ച പ്രതിഷേധത്തിൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ വേണ്ട രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രസംഗം നടത്തിയിരുന്നു. അതിനുശേഷം ബാരിക്കേഡിനകത്തേക്ക് പോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജലപീരങ്കി ഉപയോഗിച്ച് തടയുന്ന പോലീസിന്റെ പ്രതിരോധമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരായിരുന്നാലും പോലീസായിരുന്നാലും കൂടുതൽ പ്രകോപനപരമായ രീതിയിൽ പോകാതെ ഉള്ളൊരു ശ്രദ്ധ നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ വലിയ രീതിയിലുള്ള പ്രകോപനപരമായ കാര്യങ്ങൾ തന്നെ പ്രതിഷേധകരുടെ ഭാഗത്തു നിന്ന് ആദ്യ ഘട്ടത്തിൽ തന്നെ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇപ്പോൾ പ്രതിഷേധകരും അതുപോലെ തന്നെ പോലീസും ഒരല്പം സംയമനം പാലിച്ചുകൊണ്ടാണ് ആദ്യം തന്നെ പ്രതിഷേധം തുടർന്നത്. ഇപ്പോൾ ജലപീരങ്കി ആദ്യ നടപടി എന്നുള്ള രീതിയിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രതിഷേധകർ ബാരിക്കേഡിനടുത്തേക്ക് പോയപ്പോൾ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചപ്പോൾ ജലപീരങ്കി ഉപയോഗിച്ചു. ഈ ജലപീരങ്കി ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ ഈ വാഹനത്തിന് നേരെ പ്രതിഷേധകർ അടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനായിരുന്നാലും ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് കഴിഞ്ഞ അവസാന സമര പ്രതിഷേധത്തിലൊക്കെ കണ്ട രീതിയിൽ വലിയ രീതിയിൽ പ്രകോപനമില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിരോധമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത റിമാൻഡിൽ വച്ചതിനെ തുടർന്ന് നാടകീയമായ അല്ലെങ്കിൽ വളരെ പ്രകോപനപരമായ രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുമെന്നും സമരജ്വാലയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരളത്തിലാകമാനം സംസ്ഥാനത്തുടനീളം പ്രതിഷേധിക്കുമെന്നുമുള്ള കാര്യം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് 12:30 സെക്രട്ടേറിയറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഇനി വൈകിട്ട് 6 മണിയോടുകൂടി ഓരോ പോലീസ് സ്റ്റേഷനിലേക്ക് അതാത് സ്ഥലങ്ങളിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നതിന് സമരജ്വാല എന്നുള്ളതാണ് അവർ പേര് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും ഈ അറസ്റ്റ് നടപടിക്കെതിരെ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തതിനെതിരെ എന്നൊക്കെ നേരത്തെ തന്നെ നേതൃത്വം യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതിന്റെ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ വേണ്ട സുരക്ഷ മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ എടുത്തിരുന്നു. പ്രവർത്തകരെക്കാൾ കൂടുതൽ പോലീസ് സേനയെ തന്നെ സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിന് അടുത്ത് തന്നെ വിന്യസിച്ചിരുന്നു. വനിതാ പോലീസ് അടക്കമുള്ളവരുടെ ഒരു സംഘം നേരത്തെ തന്നെ സുരക്ഷാ മുന്നൊരുക്കങ്ങളിൽ ഭാഗമായി ഇവിടെ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയൊരു ഫോഴ്സ് തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കാനുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് മറ്റൊരു ഇടപെടലുകളും നടത്തുന്നില്ല. ഒരു പ്രാവശ്യം മാത്രം ജലപീരങ്കി പ്രയോഗിക്കുക മാത്രമാണ് ചെയ്തത്. അത് ബാരിക്കേഡ് മറിച്ചിടാൻ ആദ്യമായി കോൺഗ്രസ് പ്രവർത്തകർ പോയപ്പോൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായത്. അതിന് എതിരെ ജലപീരങ്കി വാഹനത്തിന് നേരെ പോകുന്ന പ്രവർത്തകരെല്ലാവരും കൂടി പോകുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് വലിയ പ്രകോപനപരമല്ലാത്ത രീതിയിലാണ് യൂത്ത് പ്രവർത്തകരുടെ സമരവും പ്രതിഷേധവും ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ സമീപകാലത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു കണ്ടത്. വലിയ രീതിയിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന അത്രയും വലിയ ഒരു പ്രതിഷേധ ജാല ഇല്ലാതെ തന്നെയാണ് ഇപ്പോൾ
രണ്ട് ഭാഗത്തു നിന്നും സംയമനം പാലിച്ചുകൊണ്ടുള്ള ഒരു മാർച്ച് തന്നെയാണെന്ന്, സാധാരണഗതിയിൽ നിന്നും സംയമനം പാലിച്ചുകൊണ്ടുള്ള മാർച്ച് തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയണം. സാധാരണ രീതിയിൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് വലിഞ്ഞു കയറുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ഇത്തവണ ഒരു തരത്തിലും അത്തരത്തിലുള്ളൊരു പ്രകോപനം സൃഷ്ടിക്കാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല. അവർ ബാരിക്കേഡിന് മുകളിലേക്കൊന്നും വലിഞ്ഞ് കയറുന്നില്ല. താഴെ നിന്നുകൊണ്ട് മാത്രം ബാരിക്കേഡ് തള്ളി ഇടാൻ, അല്ലെങ്കിൽ അതിലേക്ക് പതാക സ്ഥാപിച്ചുകൊണ്ട് തള്ളിയിടാൻ മാത്രമുള്ളൊരു ആകുന്നില്ല എന്നുള്ളതാണ്. തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പോലീസ് തടയുന്നു. പോലീസ് പ്രവർത്തകർ സെക്രട്ടറിയുള്ളിലേക്ക് ബാരിക്കേഡുകൾ, സുരക്ഷാ വലയങ്ങൾ ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതിനു ശേഷമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ഒരു സൈഡിലൂടെ, അതായത് ബാരിക്കേഡ് സ്ഥാപിച്ചിരിക്കുന്നതിൻ്റെ മറുവശത്തോടുകൂടി അപ്പുറത്തെ സൈഡുകൂടി രണ്ട് പ്രവർത്തകർ ഉള്ളിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നു. ഉടൻ തന്നെ പോലീസ് പ്രതിരോധിക്കുകയായിരുന്നു ചെയ്തത്.